അതിനെ പിടിച്ചെടുത്തടാ, അത് പിടിച്ചെടുക്കേ പുടി പുടി തന്നെ വേണം. അതിനൊരു ഭാഗമാണ് സത്യമംഗലത്തിൽ നിന്നും 50ഓളം കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മലമുകളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കൈതപ്പുലിയുണ്ട്. ഈ ആൾക്കാർ ആക്രമിക്കുന്ന ഒരു സാധനമാണ്, ആ മേഖലയാണിത്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ യാത്ര ചെയ്തില്ല. കാരണം ഞങ്ങൾ ഈ പോക്ക് പോയാൽ കർണാടക ബോർഡറിലേക്കാണ് പോവുക. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു മലയാളി ഞങ്ങളോട് പറഞ്ഞു ഞങ്ങോട്ട് പോകണ്ട, കാരണം കൈതപ്പുലി ആക്രമണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് മലൻ്റെ മുകളിലെത്തി, ക്ഷേത്രങ്ങളൊക്കെ കണ്ടു. അവിടെ നമ്മൾ കാട്ടുകള്ളൻ വീരപ്പന് അവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര കാര്യമാണ്. ഇവിടെ ആയിരുന്നു മൂപ്പരെ താമസ സ്ഥലം എന്ന് പറയപ്പെടുന്നത്. നമ്മളിപ്പം നിൽക്കുന്നത് വീരപ്പൻ്റെ ശവകുടീരം നിൽക്കുന്ന സ്ഥലത്താണ് കേട്ടോ. വീരപ്പൻ്റെ കൂട്ടാളികളുടെ ശവകുടീരങ്ങളാണ് ഈ കാണുന്നത്. സത്യമംഗലത്തു നിന്നും 90 കിലോമീറ്റർ ദൂരമുണ്ട്. മേട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗരിയൻ്റെ ഉള്ളിലാണുള്ളത്. ഒരുപാട് നല്ല ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. കൂട്ടാളികളും ഉണ്ട് കൂടുതൽ. സത്യമംഗലം ടൈഗർ അമ്പലത്തിന്റെ പേരാണ്. എന്താണ് പേര്? മല്ലിയമ്മൻ കോവിൽ. മല്ലിയമ്മൻ കോവിൽ. അതിനൊരു ഭാഗമാണ്. ഓരോ ആചാരങ്ങൾ നടക്കുന്നത് അവരെ ഗ്രാമീണരെ ആചാരങ്ങളാണ്. അപ്പോൾ ഇതാണ് കൊടുവേരി ഡാം. സത്യമംഗലത്തു നിന്നും 5 കിലോമീറ്റർ പോയാൽ എത്തുന്ന സ്ഥലമാണ്. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പോയാൽ മതി. എന്താ തണുത്ത വെള്ളം, എല്ലാവർക്കും ഇറങ്ങി കുളിക്കാൻ. ഒരു എൻട്രി ഫീസ് ഉണ്ട് 10 രൂപ. അതുപോലെ ഒരു കുടുംബക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ചെറിയ വീഡിയോ എടുത്തതാണ്. ഈ ചൂടുകാലത്ത് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. സത്യമംഗലം പോവുക, അവിടെ കൊടുവേരി ഡാം അടിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഒരുപാട് സുന്ദരമായ നല്ല ഭംഗിയുള്ള സ്ഥലം. അതുപോലെ ഇറങ്ങി കുളിക്കാൻ ചെറിയ കുട്ടികൾക്കും ഒക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. നല്ല രസമുള്ള ഭംഗിയുള്ള. അതുപോലെ അവിടെ ഒരു ചെറിയ റൗണ്ടിൽ നമ്മളെ തോണി, എന്താ പറയാം, ആ തോണിയൊക്കെ ഉണ്ട്. അതിൽ യാത്ര ചെയ്യാനൊക്കെ പോകും. 50 രൂപ ഒരാൾക്ക് വേണ്ടി ചോദിച്ചത് അവർ. അപ്പോൾ അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം തമിഴ്നാട് എന്ന് പറയുന്നത്.